ശ്രീ ശ്രീജിത്ത് ദിവാകരൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ശ്രീജിത്ത് ദിവാകരൻ, അങ്ങേ കേൾക്കാമോ? കേൾക്കാം. ഇപ്പോ ഈ അതിജീവിത ഈ കുറ്റം, ഈ നടി ആക്രമിച്ച കേസ്, അതിൽ 1 മുതൽ 6 പ്രതികളെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് കോടതി കണ്ടെത്തിയ 1 മുതൽ 6 വരെ പ്രതികൾക്കുള്ള ശിക്ഷാവിധി കൂടി പുറത്തു വന്നിരിക്കുന്നു. 20 വർഷം എല്ലാവർക്കും തടവ്. ഈ വിധിന്യായത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? വിധിപ്പകർപ്പിന് പൂർണ്ണരൂപം കിട്ടാതെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും പൊതുവെ ജീവപര്യന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു വർഷം പറഞ്ഞിട്ടില്ലെങ്കിൽ ജീവപര്യന്തമാണ് നമുക്ക് പരമാവധി ശിക്ഷ എന്നുള്ളത് കൊണ്ട് അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട ശിക്ഷയാണ്. അത് 20 വർഷമായിട്ട് ചുരുങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതൊരു അതിന്റെ മതിയായ ശിക്ഷയല്ല എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് ആദ്യഘട്ടം മുതൽ ഇതിന്റെ ഒരു ശിക്ഷയിൽ 8ാം പ്രതി അടക്കമുള്ളവരെ വെറുതെ വിട്ടതിനെ കുറിച്ചും ഇതേപോലെ തരത്തിലുള്ള പല സംശയങ്ങളും പലരും ഉന്നയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വ്യക്തമായ പല തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പല ഘട്ടത്തിലും പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇതിനൊന്നും വ്യക്തമായിട്ടൊരു മറുപടി നമുക്ക് കോടതിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് വ്യക്തമായ പൂർണ്ണമായ വിധിന്യായത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾ പലപ്പോഴും നമുക്ക് ഇതിന്റെ മൊബൈൽ ഫോൺ അതിക്രമം നടന്ന സമയത്ത് പല സമയത്തും 8ാം പ്രതിയുടെ ഫോൺ എന്തുകൊണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ആയിരുന്നത്? അതിക്രമം നടന്ന ദിവസം വാഹനത്തെ അപ്പുണ്ണി എന്ന് പറയുന്ന ആൾ പിന്തുടർന്ന് എന്തായിരുന്നു? ഇപ്പോ ഈ സംഭവം, അതായത് ഒരു നടിയെ ബലാത്സംഗം ചെയ്യാനായി കൊട്ടേഷൻ കൊടുക്കുക, അത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി നടന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഈ കേസ് രാജ്യം ഒട്ടാകെ ശ്രദ്ധിച്ചിരുന്ന ഒരു കേസാണ് ഇന്ന് ഈ വിചാരണ കോടതിയിൽ കഴിഞ്ഞ ഇത്രയും വർഷമായി നടന്നുകൊണ്ടിരുന്നത്. അതിന് ഈ ഇത്രയും വലിയൊരു ക്രൂരത നടന്ന ഈ ഒരു സംഭവത്തിൽ ഈ പ്രതികളുടെ പ്രായമടക്കം പരിഗണിച്ചുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഈ ഉത്തരവ്, ഈ വിധിന്യായം, അത് നീതിപൂർവമാണോ? അങ്ങേക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? നീതി പുറമേ നിന്ന് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇത്രയും കാലം ഇത് മറ്റേ റിപ്പോർട്ട് ചെയ്ത ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഇതിന്റെ കൂടെ വാർത്തകളെ പിന്തുടരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇതിലൊരു നീതി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ വീണ്ടും നമുക്ക് ഇതേപോലെ പരിഗണിക്കേണ്ടി വരും, വിശദമായ വിധിന്യായം നോക്കേണ്ടി വരും, എന്നാലേ പൂർണ്ണമായി പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് പുറത്തു നിന്നുള്ള ആദ്യ പ്രതികരണം നമുക്ക് കേൾക്കുമ്പോൾ ഇതിലൊരു പൂർണ്ണമായും ഒരു നീതിയുടെ ഒരു നിഷേധം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നും. കാരണം ഇത് ഇത്തരത്തിലുള്ള ഒരു വളരെ നീചമായിട്ടൊരു ഒരു കേസാണ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലോ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അതിൽ എന്താണ് ഈ പ്രതികൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു എന്നൊന്നും ഉള്ള കാര്യത്തിൽ ഇതുവരെ നമുക്കൊരു വ്യക്തതയില്ല. അതുമാത്രമല്ല, രാജ്യത്ത് ഉടനീളം ഉണ്ടായിട്ടുള്ള ഇപ്പൊ നിർഭയ കേസ് അടക്കമുള്ള എല്ലാ കേസുകളിലും ഈ പറയുന്ന കൂട്ടബലാത്സംഗ കേസുകളിൽ ഈ പറയുന്ന പ്രതികൾ ഏതാണ്ട് എല്ലാവരും 40 വയസ്സിൽ താഴെയുള്ള പ്രതികളെല്ലാം തന്നെയായിരുന്നു. അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകളുള്ള കേസുകൾ പോലും ഇത്തരം കേസിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ അതൊരു ശിക്ഷയുടെ ഒരു കാഠിന്യം കുറയ്ക്കാനുള്ള ഒരു കാരണമായിട്ട് കോടതി കണ്ടെത്തിയത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു വ്യക്തതയില്ല. പക്ഷെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ അതിലൊരു യുക്തി കുറവ് നമുക്ക് തോന്നുകയും ചെയ്യും. അക്കാര്യം സംശയമില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ഡി ശ്രീജിത്ത്, നമുക്കൊപ്പം ചേർന്നാലും